നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടയോട്ടം നടത്തുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് മാരത്തണൊക്കെ ഓടുന്ന ആൾക്കാരെ നമുക്കറിയാം. പക്ഷേ കൃത്യമായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി കഠിനമായ വെയിലും ചൂടുകാറ്റും അനുഭവിച്ച് ചെരുപ്പിടാണ്ട് ഓടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആകാശ് നമ്പ്യാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു മലയാളിയുമാണ്. അബുദാബിയിൽ നിന്ന് ദുബായിലേക്കാണ് അദ്ദേഹം ഓടിയത്. 118 കിലോമീറ്റർ പിന്നിടുവാൻ അദ്ദേഹം എടുത്തത് 27 മണിക്കൂറുകൾ മാത്രമാണെന്ന് അറിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സാഹസികതയും ഒപ്പം ആവശ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രമേഹം, അർബുദം, ഹൃദ്രോഗം, പൊണ്ണത്തടി തുടങ്ങിയ രോഗങ്ങളും അവ മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മനസ്സിലാക്കി ദിവസത്തിൽ ശരാശരി അരമണിക്കൂറെങ്കിലും ഓടി കായികക്ഷമത നിലനിർത്താനാണ് ആകാശ് ഇതുകൊണ്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആ ഒരു ആഹ്വാനത്തിന് പുറത്താണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഓട്ടം സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗങ്ങളെ ഓടിത്തോൽപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ബാംഗ്ലൂരിലെ IT കമ്പനിയിൽ മാർക്കറ്റിംഗ് ലീഡറായി ജോലി ചെയ്യുന്ന കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി ആകാശാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അബുദാബിയിലെ കോർണിഷിൽ നിന്ന് 25-ാം തീയതി രാവിലെ 5:30-ക്കാണ് അദ്ദേഹം പുറപ്പെട്ടത്. ദുബായിലെ ഇബിൻ ബാത്തുത്ത മാളിൽ 26-ാം തീയതി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ രാവിലെ 10 മണിക്കാണ് ഇദ്ദേഹം ഓട്ടം അവസാനിപ്പിച്ചത്. അപ്പോഴേക്കും 118 കിലോമീറ്റർ പിന്നിട്ടു എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാനാകില്ല. അതുമാത്രമല്ല, ഇത്രയും ദൂരം പിന്നിടാൻ ആകാശ് എടുത്തത് വെറും 27 മണിക്കൂർ മാത്രമാണ്. ഇതാദ്യമായാണ് അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് ഒരു മലയാളി യുവാവ് തനിച്ച് ഓടിയെന്നാണ് സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കണ്ണൂരിൽ എഞ്ചിനീയറിംഗിന് ശേഷം ബാംഗ്ലൂർ MBA ചെയ്ത് അവിടെ നിന്ന് ജോലി നോക്കുന്ന ആകാശ് അതിനിടയിലും ജനസേവനത്തിനായി സമയം കണ്ടെത്തിയിരുന്നതും പ്രത്യേകതയാണ്. കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഗൾഫിലെ പ്രവാസികൾ. പക്ഷേ സ്വന്തം ആരോഗ്യം മറന്ന് കഠിനാധ്വാനം ചെയ്യുന്നതിനോട് ആകാശിന് വിയോജിപ്പുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഗൾഫിലെ പ്രവാസികളെ ബോധവൽക്കരിക്കാനാണ് ഓട്ടത്തിന് തയ്യാറെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യപാനം, പുകവലി, അമിത ഭക്ഷണം, സാങ്കേതിക വിദ്യ എന്നിവയുടെ അമിത ഉപയോഗം വരുത്തുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും മടി കാരണം അവയിൽ നിന്ന് മോചനം തേടാത്തവരാണ് മലയാളികൾ. ഇത്തരക്കാർക്ക് വ്യായാമത്തിനായി ദിവസേന അരമണിക്കൂർ മാറ്റിവെച്ചാൽ ആരോഗ്യം വീണ്ടെടുക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, മറ്റൊരു പ്രത്യേകതയുണ്ട്. നഗ്നപാദത്തോടെ, അതായത് ചെരുപ്പിടാതെയാണ് അദ്ദേഹം ഇത്തരം ഒരു ഓട്ടം നടത്തിയിരിക്കുന്നത്. എന്നാൽ അബുദാബി ദുബായ് ഹൈവേയിൽ 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ യാത്ര ദുഷ്കരമായെന്നും തുടർന്ന് സോക്സൻ സമാനമായ വൈബ്രം ധരിച്ചാണ് ഓട്ടം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ശരീരത്തിന് ആയാസം ലഭിക്കുന്നതും നഗ്നപാത ഓട്ടത്തിലൂടെ ആയതുകൊണ്ടാണ് അദ്ദേഹം ചെരുപ്പ് ഇടാത്തതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ അധികമില്ലാത്ത സമയങ്ങളിൽ നല്ല വേഗത്തിലും വാഹനങ്ങൾ ഉള്ള സമയത്തിൽ ശരാശരി വേഗത്തിലുമായിരുന്നു ഓട്ടം. മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗത്തിൽ പായുന്ന അബുദാബി ദുബായ് അതിവേഗ പാതയിൽ രാപ്പകൽ ഒറ്റയ്ക്ക് ഓടുക എന്നതിലുപരി അന്തരീക്ഷത്തിലെ ശക്തമായ കാറ്റും അമിത വേഗത്തിൽ ചേരിപ്പായുന്ന വാഹനങ്ങളുടെ കാറ്റും കൂടിയായപ്പോൾ പറന്നു പോകുമോ എന്നുകൂടി ഭയപ്പെട്ടതായി ഈ മെലിഞ്ഞ വ്യക്തി പറയുന്നു. ഓടുന്ന വഴിയിൽ നിരവധി ആളുകൾ സഹായവുമായി വന്നുവെന്നും പലരും ഡ്രോപ്പ് ചെയ്യാമെന്നും മറ്റും പറഞ്ഞതായും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ആകാശ് നമ്പ്യാരുടെ ഈ ഉദ്യമം വിജയിക്കട്ടെ എന്ന് തന്നെയാണ് പ്രവാസി മലയാളി ടീമിനും പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.